ഈ വിവാദങ്ങളെല്ലാം ഇത്തരത്തിൽ നിലനിൽക്കുമ്പോഴും ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹം തുടരുക തന്നെയാണ്. 2 ദിവസത്തിനിടെ ദർശനം നടത്തിയത് 2,50,000-ത്തിലധികം തീർത്ഥാടകർ ആണ്. രാവിലെ നട തുറന്നതിന് ശേഷമുള്ള ഓരോ മണിക്കൂറിലും 5,500 തീർത്ഥാടകർ ആണ് ദർശനം നടത്തുന്നത്. തിരക്ക് കണക്കിൽ എടുത്ത് സ്പോട്ട് ബുക്കിംഗ് ഇന്നും 5,000-ആയി നിജപ്പെടുത്തുകയും ചെയ്യും. ഈ തീർത്ഥാടന കാലത്ത് ഇതുവരെ 8.5 ലക്ഷത്തിലധികം തീർത്ഥാടകർ മല ചവിട്ടിയിട്ടുണ്ട്. സജീവ് സി വാര്യർ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജീവ്, വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഭക്തരുടെ ഒഴുക്കിൽ ഒരു കുറവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് കണക്കുകൾക്കപ്പുറത്തേക്ക് 80,000 പേർക്ക് 90,000 പേർക്കൊക്കെ ദർശന സൗകര്യം ഒരുക്കുമെന്നും പറയുമ്പോൾ പോലും 2 ദിവസത്തെ കണക്കാകട്ടെ അതിലും ഒക്കെ ഏറെ ഉയരത്തിലേക്ക് എത്തി നിൽക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഇന്ന് എന്താണ് സാഹചര്യം? സന്നിധാനത്ത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ നല്ല തോതിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതോടൊപ്പം പമ്പയിൽ നിന്ന് തന്നെ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. 5,000-ലേറെ പേരാണ് ഓരോ മണിക്കൂറിലും ശബരിമല 18-ാം പടി കയറുന്നത്. 5,400-ലേറെ പേർ കയറുന്നുവെന്നാണ് ആദ്യ മണിക്കൂറുകളിലെ കണക്ക്. അതോടൊപ്പം ഇന്നലെ നിലയ്ക്കൽ അടക്കമുള്ള മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 3-4 മണിക്കൂറോളം നേരം തീർത്ഥാടകരെ തടഞ്ഞ് നിർത്തിയിരുന്നു. കാരണം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള തിരക്ക് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പമ്പയിൽ നിന്നും ഇന്നലെ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായി പമ്പയിൽ ഇന്നലെ വൈകിട്ടുള്ള ദർശനത്തിനെത്തിയ ആളുകളെ നിയന്ത്രണ വിധേയമായാണ് കടത്തിവിട്ടിരുന്നത്. ഇന്നും സ്ഥിതി വ്യത്യാസമില്ല. വീക്ക് ഡേയ്സ് ആയിട്ടും, അതായത് പ്രവൃത്തി ദിവസങ്ങളിൽ പോലും തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 1 ലക്ഷത്തിലേറെ പേർ ഓരോ ദിവസവും സന്നിധാനത്ത് എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്, കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ ആളുകൾ മരക്കൂട്ടം വഴി ശരണപാതകൾ വഴി തന്നെയാണ് വരുന്നത്. വനപാതകളിലൂടെയുള്ള ആളുകളുടെ എണ്ണം പൊതുവെ ചുരുക്കമാണ്. അതേസമയം തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്നാണ് അവരിപ്പോൾ പറയുന്നത്. ആദ്യ ദിവസങ്ങളിലെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴില്ല. സേലം, தமிழ்நாடு, சேலம். எப்படி இருந்தது? ரொம்ப கூட்டமா தான் இருக்குது. எங்க இருந்தது? பம்பையில இருந்தே கூட்டமா தான் இருக்குது. எவ்வளவு நேரம் அங்க இங்க இருந்து கிட்ட பாத்தீங்கன்னாக்கா 3 மணிக்கே இருந்தோம். நிப்பாட்டி வச்சிருக்காங்களா? ஆமா, அங்கங்க நிப்பாட்டி விடுறாங்க. 3 மணில இருந்து வரும். எவ்வளவு வாட்டி நிப்பாட்டி இருக்கு? கிட்டத்தட்ட பாத்தீங்கன்னாக்கா ஒரு 6 மணி நேரம் ஆயிப்போச்சு. 3 மணில இருந்து இப்ப மணி 9 ஆகுது இல்ல. காலையில எந்த டைம்ல நீங்க வந்து? 12 மணிக்கு வந்துட்டோம் பம்பைக்கு. நைட்ல? ஆமா, நைட்டு 12 மணிக்கு. 12 மணி. அங்க கூட்டம் இருந்தது. அங்கேயும் கூட்டம், ஃபுல்லா கூட்டம். எல்லாமே வண்டி, ஃபுல்லா வண்டி. ஏகப்பட்ட கூட்டம் அன்னைக்கு வந்து. நீங்க எவ்வளவு பேர் இருந்தீங்க? நாங்க 22 பேர். அப்படியே? ஆமா, பஸ் டிராவல்ஸ். சேலம் எங்க இருந்து வருது? நாமக்கல், சேலம். ஆமா. திருச்சிராப்பள்ளியிலிருந்து கனகராஜ சுவாமிகள். நல்ல ஏற்பாடெல்லாம் நல்லா பண்ணி வச்சிருக்காங்க. ஆனா அந்த கூட்ட நெரிசல் அதிகம், அவங்களால சமாளிக்க முடியல. இருந்தாலும் அந்த அடைச்சு விடுறப்ப எங்களை மாதிரி வயசானவங்க தள்ளி விட்டு கால் கையெல்லாம் அடி வாங்கி தண்ணி கொடுக்க சொல்லுங்க. தண்ணி எங்கேயுமே இல்ல. தண்ணி இல்ல சாமி. தண்ணி ரொம்ப கஷ்டம். தண்ணிக்கு ரொம்ப கஷ்டமா இருக்கு. பேசிக் அம்யூனிட்டிஸ், பாத்ரூம், லெட்டின் பாத்ரூம், ரெஸ்ட் ரூம் இல்ல, குடிக்கிறதுக்கு தண்ணி இல்ல. பேசிக் அம்யூனிட்டிஸ் மட்டும். அந்த மூலிகை வாட்டரை தவிர வேற எங்கேயும் தண்ணி சப்ளை இல்ல. அதை கொஞ்சம் சிறப்பா பண்ண சொல்லுங்க. அடுத்து வர்ற ஆளுங்களுக்கு சௌகரியமா இருக்கும். நியூஸ் 18. താങ്ക്യൂ. അതാണ് തിരുച്ചിറപ്പള്ളിയിൽ നിന്നും അതുപോലെ സേലത്തിൽ നിന്നുള്ള തീർത്ഥാടകർ പറയുന്നത്. വേണ്ടത്ര വെള്ളം ലഭിക്കുന്നില്ല. പക്ഷേ മൂലി വാട്ടർ എന്ന് അവർ പറയുന്നത്, അതായത് ചുക്കുവെള്ളമല്ല ലഭിക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അതേസമയം പല സ്ഥലങ്ങളിലും അധികമായിട്ട് ആളുകളുണ്ട്. നിയന്ത്രണത്തോടു കൂടിയാണ് ആളുകൾ വിടുന്നത്. ഇന്നലെ രാത്രി 12 മണിക്ക് എത്തിയ ആളുകളാണ് ഇപ്പോൾ സന്നിധാനത്ത് എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തരത്തിൽ തിരക്ക് നിയന്ത്രിച്ചും, എന്നാൽ അതേസമയം ഇപ്പോൾ സാധ്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ദേവസ്വം ബോർഡും പോലീസും അടക്കമുള്ള ആളുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് റമദാൻ ചന്ദ്രശേഖർ DGP ഇവിടെ സന്ദർശനം നടത്തിയത്. പുതിയ പോലീസ് സംഘം ചുമതലയേൽക്കുകയുണ്ടായി. ആദ്യഘട്ടത്തിലെ ആളുകൾ മാറുകയും രണ്ടാമത്തെ ഘട്ടത്തിലുള്ള ആളുകൾ ചുമതലയേൽക്കുകയും ചെയ്ത് അതിനുശേഷമുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ളത്. എന്നാലും സുരക്ഷാ ക്രമീകരണങ്ങളും ഒപ്പം തന്നെ ഭക്തർക്കുള്ള സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ശബരിമലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അപ്പോഴും ക്രമീകരണങ്ങളിലൂടെ തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നുണ്ട്. തീർത്ഥാടകർക്ക് കൃത്യമായ
സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നും ഉണ്ട് എന്നാണ് സജീവ് സി വാര്യർ സന്നിധാനത്ത് നിന്നും നൽകുന്ന റിപ്പോർട്ട്.